question idana. A machine of mass 20 kg is mounted on springs and dampers. The total stiffness of the spring is 8 kilonewton per meter and the total damping is 130 Newton second per meter. If the system is initially at rest and a velocity of 100 mm per second is imparted to the mass, determine displacement and velocity of the mass as a function of time. രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെന്റ് at t is equal to 1 second. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു, അതിൽ പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഒരു പക്ഷേ ഇത് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആണെന്നോ അല്ലെങ്കിൽ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആണെന്നോ അങ്ങനെ പറയണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഇതിന്റെ അകത്ത് തന്നിട്ടുണ്ടാവില്ലേ, സ്പ്രിംഗ് എലമെന്റ് മാസ് എലമെന്റ് അല്ലാതെ. ഇത് കണ്ടോ, ആൻഡ് ദ ടോട്ടൽ ഡാമ്പിംഗ് ഈസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡാമ്പിംഗ് ഈസ്. അപ്പോൾ ഇവിടെ ഡാമ്പിംഗ് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് എല്ലാം ഡാംഡ് ആയിട്ടുള്ള കേസാണ്. പിന്നെ ഫോഴ്സ് ഉണ്ടോ നോക്കാം, എക്സൈറ്റിംഗ് ഫോഴ്സസ് എവിടെയും തന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല, എക്സൈറ്റിംഗ് ഫോഴ്സസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും ഇത്? ഫ്രീ വൈബ്രേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഡാംഡ് ഫ്രീ വൈബ്രേഷന്റെ കേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് എല്ലാം ഡാംഡ് ഫ്രീ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനില് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയണമെന്നില്ല. ഡാംഡ് ഫ്രീ വൈബ്രേഷനോ അൺഡാംഡ് ഫ്രീ വൈബ്രേഷനോ ഒന്നും എടുത്തു പറയണമെന്നില്ല. നമ്മൾ അതിന്റെ അകത്ത് തന്നിട്ടുള്ള എലമെന്റ്സ് നോക്കി മനസ്സിലാക്കണം. എലമെന്റ്സിൽ ഡാമ്പിംഗ് എലമെന്റ് ഉണ്ടെങ്കിൽ അത് ഡാമ്പിംഗ് വരുന്നതാണ്. എക്സൈറ്റിംഗ് ഫോഴ്സ് നമുക്കിപ്പം സിലബസിൽ വേറെ എക്സൈറ്റിംഗ് ഫോഴ്സ് വരുന്നില്ല, ഹാർമോണിക് ലോഡിന്റെ കേസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയി, ഡാമ്പിംഗ് വരുന്ന കേസാണെന്ന് മനസ്സിലായി. എക്സൈറ്റിംഗ് ഫോഴ്സ് ഒന്നും തരാത്തത് കൊണ്ട് ഇത് ഫ്രീ വൈബ്രേഷൻ ആണെന്നുള്ളതും മനസ്സിലായി. ഓക്കെ, മെഷീൻ ഓഫ് മാസ് 20 kg അല്ലെ, മെഷീന്റെ വെയിറ്റ് 20 kg ഈസ് മൗണ്ടഡ് ഓൺ സ്പ്രിങ്സ് ആൻഡ് ഡാമ്പേഴ്സ്. അപ്പൊ ഡാമ്പറും സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, ഇവിടെയും ഡാമ്പറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ദ ടോട്ടൽ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് ഈസ് 8 kilonewton per meter. അപ്പോൾ ഒരു മാസ് ഡാമ്പറിലും സ്പ്രിങ്ങിലുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് 8 kilonewton per meter ആണ്. ഡാമ്പിങ്ങിന്റെ യൂണിറ്റ്, അതായത് ഡാമ്പിംഗ് കോഎഫിഷ്യന്റിന്റെ, അതായത് സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്ററിലായിരിക്കും തരിക കേട്ടോ. ടോട്ടൽ ഡാമ്പിംഗ് ഈസ് 130 Newton second per meter. അല്ലെങ്കിൽ വേറെ യൂണിറ്റിലാണെങ്കിൽ നമ്മൾ ഈ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സി വരുന്നതിൽ. If the system is initially at rest and a velocity of 100 mm per second. അപ്പോൾ ഇത് തുടക്കത്തിൽ റെസ്റ്റിലായിരുന്നു. റെസ്റ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണെന്നല്ലേ അതിന്റെ അർത്ഥം. റെസ്റ്റിലാണെങ്കിൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതായത് u0 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ x0 എന്ന് പറയുന്ന വാല്യൂ 0 ആണെന്നാണ്. ഓക്കെ, ആൻഡ് വെലോസിറ്റി ഓഫ് 100 mm per second is imparted to the mass. അപ്പൊ അതിലേക്ക് 100 mm per secondന്റെ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലി അത് റെസ്റ്റിലായിരുന്നു. അപ്പൊ അതിലേക്ക് വെലോസിറ്റി, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 100 mm per second ആണ്. ഓക്കെ, is imparted to the mass. Determine displacement and velocity of the mass as a function of time. അതായത് ഒരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റിനും വെലോസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ, രണ്ടിനും കറസ്പോണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യാം. രണ്ടാമതായിട്ട് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം കേസ് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ അല്ല, നമുക്ക് മുന്നേ യൂസ് ചെയ്ത ഇക്വേഷൻസ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മാസ് 20 കിലോഗ്രാം, സ്റ്റിഫ്നെസ് 8 kilonewton per meter. ദാറ്റ് മീൻസ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് √k/m ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് ആക്കണം. അത് ഇവിടെ കൺവേർട്ട് ചെയ്തെന്ന് മാത്രം. 8000 Newton per meter. C is 130 Newton second per meter. u0 നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ u0 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതായത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. u.0 ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അത് നമുക്ക് 100 mm per second എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. 100 mm per second ആണ്. 100 mm per second. 100 mm per second. ഓക്കെ, 100 mm per second. അപ്പൊ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതിയല്ലോ. അപ്പം
0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് നിലവിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ എല്ലാം എടുത്ത് എഴുതി. ദ ഗിവൺ സിസ്റ്റം ഈസ് എ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ. ഓക്കെ, ഡാംഡ് ഫ്രീ വൈബ്രേഷൻ വരുന്ന കേസാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആ കേസ് വരുന്നത്. അപ്പൊ ഡാംഡ് ഫ്രീ വൈബ്രേഷന്റെ ഇക്വേഷൻ എന്താ? യു ഓഫ് ടി എന്താ വരുന്നത്? ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഇതാണ് യു ഓഫ് ടി വരുന്ന ഇക്വേഷൻ. ഈ റേസ് ടു, അതായത് അണ്ടർ ഡാംഡ് സിസ്റ്റത്തിലാണ് വൈബ്രേഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുക. ഇ റേസ് ടു മൈനസ് psi omega t into u0 cos omega dt plus u dot 0 plus u0 psi omega divided by omega d into sin omega dt. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനിലേക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നോക്കാം. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതി. യു ഓഫ് ടി ഡിസ്പ്ലേസ്മെന്റിന്റെ റിലേഷൻഷിപ്പ് ആണ് ഡാംഡ് ഫ്രീ വൈബ്രേഷൻ. അപ്പൊ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി u0 കോസ് ഒമേഗ ഡി ടി പ്ലസ് യു ഡോട്ട് 0 പ്ലസ് u0 സൈ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ഡി സൈൻ ഒമേഗ ഡി ടി. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കാം, നമുക്ക് സൈ വാല്യൂ വേണം അല്ലെ. സൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സൈ ഈസ് സി ബൈ സി സി അല്ലേ സൈ എന്ന് പറയുന്നത്. ഓക്കെ, സി ബൈ സി സി ആണ്, ഡാമ്പിംഗ് റേഷ്യോ ആണ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. സിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, സി സി വാല്യൂ നമുക്കില്ല. ഓക്കെ, ഇനി അടുത്ത ഒമേഗ വാല്യൂ വേണമല്ലോ. ഒമേഗ വാല്യൂ നമുക്ക് വേണം, ഒമേഗ വാല്യൂ വേണം. അതുപോലെ നമുക്ക് വേണ്ടിയത് u0 വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 0 ആണെന്നുള്ളത്, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതുപോലെ ഒമേഗ ഡി വാല്യൂ വേണം, ഒമേഗ ഡി അല്ലെ, ഒമേഗ ഡി വേണം. ഫ്രീക്വൻസി നമുക്ക് വേണം, ഡാമ്പിംഗ് ഫ്രീക്വൻസി വേണം. അതുപോലെ യു ഡോട്ട് 0 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, സൈ വാല്യൂ നമുക്ക് വേണം. ഓക്കെ, അപ്പം എല്ലാ വാല്യൂസ് ഏതൊക്കെ വാല്യൂസാണ് വേണ്ടതെന്നുള്ളത് നമ്മളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഒമേഗ വാല്യൂ. ഒമേഗ എന്ന് പറയുന്നത് എന്താ? റൂട്ട് കെ ബൈ എം. അപ്പൊ ഇവിടെ കെ നമുക്ക് തന്നിട്ടുണ്ട്, മാസ് 20 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ന്യൂട്ടൺ പെർ മീറ്ററിൽ എഴുതി. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം, ദാറ്റ് ഈസ് 8000 ബൈ 20 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഒമേഗന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഒമേഗ സെറ്റ് ആയി. ഇനി നമുക്ക് ഏത് വേണം? സൈ വാല്യൂ വേണം അല്ലെ. സൈ വാല്യൂ വേണം. സൈ എന്ന് പറയുന്നത് സി ബൈ സി സി ആർ ആണ്. അപ്പൊ സി സി ആറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ 3 ഇക്വേഷൻസോളം സി സി ആറിന് നമ്മൾ നോക്കിയിരുന്നു അല്ലെ. അപ്പൊ അതിലൊരു ഇക്വേഷൻ ആണ് 2m ഒമേഗ എന്ന് പറയുന്നത് സി സി ആർ. ഓക്കെ, അപ്പൊ സി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 130 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ ആണ്. അപ്പൊ സി സി ആറിന് റിലേഷൻഷിപ്പ് 2m ഒമേഗ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊന്ന് നോക്കി വെക്കണേ ഏതൊക്കെയാ ഇക്വേഷൻസ് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സിന്റെ വാല്യൂ 130 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എം എന്ന് പറയുന്നത് 20 ആണ്. ഒമേഗ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈ കിട്ടും, ഡാമ്പിംഗ് റേഷ്യോ 0.1625. അപ്പൊ സൈയുടെ വാല്യൂ ആയി, ഒമേഗന്റെ വാല്യൂ ആയി. ഇനി എന്ത് വേണം? ഡാമ്പിംഗ് ഫ്രീക്വൻസി ഒമേഗ ഡി വേണം അല്ലെ. ഒമേഗ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 1 മൈനസ് സൈ സ്ക്വയർ ആണ്. അപ്പൊ സൈ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒമേഗയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 into root of 1 minus 0.1625 square, that is 19.734 radians per second എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഒമേഗ ഡി. അപ്പൊ ഒമേഗ ഡിയുടെ വാല്യൂ ആയി. ഓക്കെ, ഇനി ഏതെങ്കിലും വാല്യൂ കിട്ടാനുണ്ടോ? ഇല്ലല്ലോ, എല്ലാം കണ്ടുപിടിച്ചില്ലേ. ഇനി ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore u of t is equal to e raised to minus psi omega t minus 0.1625 omega 20 t into u0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയിപ്പോയി. u0 എന്ന് പറയുന്നത് 0 ആണല്ലോ, ഈ ടേം മൊത്തം 0 ആയി. ഇനി u dot 0 എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആ വാല്യൂ കൊടുക്കുക പ്ലസ് u0. അപ്പൊ u0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി. അപ്പൊ u dot 0 by omega d എന്ന് പറയുന്ന ടേം മാത്രം. ഒമേഗ ഡി എന്ന് പറയുന്നത് 19.734 സൈൻ ഒമേഗ dt. ഓക്കെ, അപ്പൊ ആ വാല്യൂ സൈൻ ഒമേഗ ഡി 19.734 t. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത്
നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -0.1625 × 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ -3.25 എന്ന് പറഞ്ഞു കിട്ടും. e⁻−3.25 × t ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.005 sin 19.734 t എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ u of t എന്ന് പറയുന്നത് 0.005 ഇൻറ്റു e⁻−3.25 ഇൻറ്റു sin 19.734 t എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് u of t ന്റെ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതിൽ ഫസ്റ്റ് കാര്യം ഡിസ്പ്ലേസ്മെന്റിന്റെ ടേം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ടൈം. ഇനി വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. u of t is equal to 0.005 e⁻−3.25 t into sin 19.734 t എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.005 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിലൊന്നും ചെയ്യണ്ട. ഇനി ഇൻറ്റു e⁻, നമ്മൾ ആദ്യം ഇതിനെ ചെയ്യാം അല്ലെ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം ഈ ഒരു ടേമിനെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം, ഇത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ചെയ്യാം. അപ്പൊ e⁻−3.25 t അതുപോലെ തന്നെ വെച്ചു. ഇൻറ്റു സൈനിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ കോസ് ആണ്. അപ്പൊ കോസ് 19.734 t. ഇനി ഈ 19.734 അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, ഇൻറ്റു 19.734 പ്ലസ് ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇത് കോൺസ്റ്റന്റ് ആക്കി വെക്കാം, പ്ലസ് സൈൻ 19.734 t ഇൻറ്റു e⁻−3.25 t. ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ അത് തന്നെയാണ്, എന്നാൽ ഇൻറ്റു ഈ ഒരു ടേമും കൂടി നമ്മൾ ചെയ്യണം അല്ലെ, -3.25 എന്നുള്ള ആ ഒരു ടേമും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, -3.25 t വേണ്ട, -3.25 ഇൻറ്റു e⁻−3.25 t. ഇനി u ഡോട്ട് ഓഫ് t എന്ന് പറയുന്ന വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.005 ഇൻറ്റു 19.734 okay, 19.734 e⁻−3.25 t into cos 19.734 t minus 3.25 e⁻−3.25 t into sin 19.734 t. അപ്പോൾ വെലോസിറ്റിന്റെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഫോം ചെയ്തു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, രണ്ട് ടേംസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടൈം 1 സെക്കൻഡ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എടുക്കാം. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഏതാണ്? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷന്റെ അകത്ത് ടിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ u of t, അതായത് u of 1 is equal to 0.005 into e⁻−3.25 into 1, ടിന്റെ സ്ഥാനത്ത് 1 into sin 19.734 into 1. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 into 10⁻⁻4 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 0.15 mm എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് ഇത്രയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഇക്വേഷൻ ഫോം ചെയ്യണം, 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കണം. അതായത് ഡാംഡ് ആണ്, ഫ്രീ വൈബ്രേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മിസ്സിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഗിവൺ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓരോന്നും കണ്ടുപിടിച്ചു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കിട്ടി. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഡിസ്പ്ലേസ്മെന്റ് t 1 സെക്കൻഡ് ആണ്. അപ്പോൾ ടിന്റെ സ്ഥാനത്ത് 1 കൊടുത്തിട്ട് u of 1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്രയാണ് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷൻ പറയാം. Okay, the undamped natural frequency of a single degree of freedom is 10 radians per second. The undamped natural frequency of a single degree of freedom is 10 radians per second. The damping in the system is 10% of critical damping. If the initial conditions are given by displacement is equal to 0 and velocity is equal to 0.05 meter per second, determine the damped natural frequency and equation of motion. Okay, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ.
the undamped natural frequency of a single degree of freedom is 10 radians per second. അപ്പോൾ undamped natural frequency ആണ്. അപ്പോൾ undamped സിസ്റ്റത്തിന്റെ natural frequency ആണ് 10 radians per second. അപ്പോൾ radians per second തന്നുകൊണ്ട് ഇത് എന്തായിരിക്കും? ഒമേഗ ആയിരിക്കും. അപ്പോൾ ഒമേഗയാണ് 10 radians per second. ഓക്കെ, യൂണിറ്റ് നോക്കിയിട്ട് എടുക്കണം. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഹേർട്സിലാണ് തന്നിട്ടില്ലെങ്കിൽ അത് എഫ് ആയിരിക്കും. അതുപോലെ റേഡിയൻസ് പെർ സെക്കൻഡിലാണെങ്കിൽ അത് ഒമേഗ ആയിരിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ്. ദ ഡാമ്പിംഗ് ഇൻ ദ സിസ്റ്റം ഈസ് 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്താ? സി ആണല്ലോ അല്ലെ? അത് എന്താ പറഞ്ഞിരിക്കുന്നത്? 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണെന്നുള്ളത്. ഓക്കെ, 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 ആയിരിക്കും, താഴെയുള്ളത് 100 ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ? 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡാമ്പിംഗ്. അപ്പം നമുക്ക് സൈ വാല്യൂ ഇതിന്റെ അകത്ത് എടുക്കാം. C/Cc നമുക്ക് എടുക്കാം അല്ലെ? C/Cc നമുക്ക് എടുക്കാം. സി എന്ന് പറയുന്നത് എന്താണ്? ഡാമ്പിംഗ് ഇൻ ദ സിസ്റ്റം. അതായത് സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ 10% ആണെന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് 10% ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? C/Cc നമുക്ക് ചെയ്യാൻ പറ്റും. വാല്യൂ നമുക്ക് എഴുതാം. ഇഫ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ ഗിവൺ ബൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം u0 അല്ലെങ്കിൽ x0 എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി അതായത് x.0 എന്ന് പറയുന്നത് 0.05 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിറ്റർമൈൻ ദ ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി കണ്ടുപിടിക്കണം. അതുപോലെ ആൻഡ് ഇക്വേഷൻ ഓഫ് മോഷനും നമ്മളിവിടെ എഴുതണം. അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്, സ്പ്രിംഗ് എലമെന്റ് ഉണ്ട് അല്ലെ? ഡാമ്പിംഗ് എലമെന്റ്, സ്പ്രിംഗ് എലമെന്റ്, അതുപോലെ മാസ് എലമെന്റ് ഉണ്ട്. 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇക്വേഷൻ ഓഫ് മോഷനും കൂടി ഇതിന്റെ അകത്ത് എഴുതാനായിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ഡാറ്റ എഴുതാം അല്ലേ? ഇവിടെ എന്താ വന്നിട്ടുള്ളത്? നാച്ചുറൽ ഫ്രീക്വൻസി, അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി വന്നിട്ടുണ്ട് ഒമേഗ 10 റേഡിയൻസ് പെർ സെക്കൻഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡാമ്പിംഗ് ഇൻ ദ സിസ്റ്റം ഈസ് 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അപ്പം ഡാമ്പിംഗ് ഇൻ ദ സിസ്റ്റം സി എന്ന് പറയുന്നത് സിസിന്റെ 10% പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈ ഈസ് ഈക്വൽ ടു C/Cc ആണല്ലോ. സൈ ഈസ് ഈക്വൽ ടു C/Cc ആണ്. അപ്പം സൈ എന്ന് സി എന്ന് പറയുന്നത് സിസിന്റെ 10% പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും? 10/100 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാലോ അല്ലെ? അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം? 1/10 ഈസ് ഈക്വൽ ടു 0.1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതായത് ഡാമ്പിംഗ് ഈസ് ഈക്വൽ ടു 10% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ C/Cc ദാറ്റ് ഈസ് സൈ ഈസ് ഈക്വൽ ടു 0.1. അപ്പൊ സൈന്റെ വാല്യൂ നമുക്ക് കിട്ടി, ഒമേഗന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒമേഗ ഓൾറെഡി ഗിവൺ ആണ്. ഇനി ഇതിന്റെ അകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസിൽ ഇനീഷ്യൽ വെലോസിറ്റി 0.05 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി ആണ്. അപ്പോൾ ഒമേഗ ഡിനെയും ഒമേഗനെയും കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ദ ഗിവൺ സിസ്റ്റം ഈസ് ഡാംഡ് ഫ്രീ വൈബ്രേഷൻ. ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു 1 - I² ആണ്. സൈ നമുക്ക് 0.1 എന്ന് പറഞ്ഞു കിട്ടി. ദാറ്റ് ഈസ് ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ 10 into root of 1 minus 0.12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 9.9499 അല്ലെങ്കിൽ 9.95 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു കാര്യമായി ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ഫോം ചെയ്യണം അല്ലെ? ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ വരുന്നത്? mu ഡബിൾ ഡോട്ട് പ്ലസ് cu ഡോട്ട് പ്ലസ് ku ഈസ് ഈക്വൽ ടു 0. അതായത് ഡാംഡ് ഫ്രീ വൈബ്രേഷനിൽ വരുന്ന ഇക്വേഷൻ ആണ് അല്ലെ? ഈക്വൽ ടു 0. എക്സൈറ്റിംഗ് ഫോഴ്സ് ഇല്ല, അപ്പൊ P of t അല്ലെങ്കിൽ F of t ഇവിടെ വരുന്നില്ല, ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതണം. അപ്പൊ നമുക്കിവിടെ എമ്മിന്റെ വാല്യൂ തന്നിട്ടില്ല. എമ്മുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും നമുക്കിവിടെ തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എം വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല ഇക്വേഷനിലേക്ക്. ഓക്കെ, ഇനി സി വാല്യൂ ഡയറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്, എന്നാൽ അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, കെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ എം വെച്ച് ഡിവൈഡ് ചെയ്യാണ് ഹോൾ ഇക്വേഷന്.
അപ്പൊ ഇവിടെ ആദ്യത്തെ ടേമിൽ ഡിവൈഡ് ബൈ എം വരുമ്പോൾ എം ക്യാൻസൽ ആയി പോകും. ഇവിടെ ഡിവൈഡ് ബൈ എം ചെയ്യുമ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആയി യു ഡബിൾ ഡോട്ട് എന്ന് വരും. ഇവിടെ എം ചെയ്യുമ്പോൾ സി ബൈ എം എന്ന് പറയുന്ന ടേം ആവും ഇൻറ്റു യു ഡോട്ട്. അതുപോലെ ഇവിടെ കെ ബൈ എം ഇൻറ്റു യു എന്ന് പറയുന്ന രീതിയിൽ വരും. ഇനി യു ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു സി ബൈ എം എന്ന് പറഞ്ഞാൽ എന്താ? സി ബൈ എം ഈസ് ഈക്വൽ ടു 2 psi ഒമേഗ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതുപോലെ ഓക്കെ, സി ബൈ എം ഈസ് ഈക്വൽ ടു സൈ ഒമേഗ 2 ഒമേഗ സൈ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, യു ഡബിൾ ഡോട്ട് പ്ലസ് 2 സൈ ഒമേഗ, കാരണം ഇവിടെ ഒമേഗയും സൈന്റെ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി കെ ബൈ എം എന്ന് പറയുന്നത് എന്താ? ഒമേഗ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലെ. റൂട്ട് കെ ബൈ എം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു ഒമേഗയാണ്. അപ്പൊ കെ ബൈ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒമേഗ സ്ക്വയർ ഇൻറ്റു യു എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതി. അപ്പൊ യു ഡബിൾ ഡോട്ട് പ്ലസ് 2 ഒമേഗ സൈ അല്ലെങ്കിൽ 2 സൈ ഒമേഗ ഇൻറ്റു യു ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ യു. അപ്പൊ ഇതിന്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ 10 ആണ്. അപ്പൊ 2 ഇൻറ്റു 10 ഇൻറ്റു സൈ വാല്യൂ 0.1 ആണ്. അപ്പൊ യു ഡബിൾ ഡോട്ട് പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 ഇൻറ്റു യു ഡോട്ട് പ്ലസ് ഇവിടെ ഒമേഗ സ്ക്വയർ 10 സ്ക്വയർ യു. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡബിൾ ഡോട്ട് പ്ലസ് ഇവിടെ 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു യു ഡോട്ട് പ്ലസ് 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 യു ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒമേഗ ഡി ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 1 മൈനസ് സൈ സ്ക്വയർ. ഒമേഗ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, സൈന്റെ കാര്യങ്ങളും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സൈ എന്ന് പറയുന്നത് സി ബൈ സി സി ആർ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ 10% ഡാമ്പിങ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ച് നമുക്ക് സൈ വാല്യൂ ഡാമ്പിങ് റേഷ്യോ കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഡാമ്പിങ് അല്ലെങ്കിൽ ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാം? എമ്മിന്റെ വാല്യൂ ഇല്ല, ഡയറക്റ്റ് തന്നിട്ടില്ല. സിന്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടില്ല. കെന്റെ വാല്യൂ നമുക്ക് ഗിവൺ അല്ല. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒരു പക്ഷെ നേരിട്ട് ഡയറക്റ്റ് നമുക്ക് എഴുതുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് തന്നിട്ടുള്ളതിലേക്ക് ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഇവിടെ ഒമേഗ നമുക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ കെ ആണെങ്കിൽ കെ ബൈ എം എന്ന് പറയുന്ന ഒമേഗ. അപ്പൊ ഒന്ന് എം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് പോയി. അപ്പൊ എമ്മിനെ കുറിച്ച് പിന്നെ ബോധർ ചെയ്യണ്ട. ഇവിടെ സി ബൈ എം എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് 2 സൈ ഒമേഗ. അപ്പം ഈ വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഇവിടെ